നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഘാനയിൽ നൽകിയ സ്വീകരണത്തെക്കുറിച്ചുള്ള വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കേട്ടു. തീർച്ചയായിട്ടും ഒരു പാവപ്പെട്ട ഒരു നാടാണ് ഘാന. ഘാനയുടെ സംസ്കാരം അനുസരിച്ചുള്ള എല്ലാവിധ ഔദ്യോഗിക സ്വീകരണവും പ്രധാനമന്ത്രിക്ക് നൽകിയതായും നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇതിന് ഈ സ്വീകരണ ചടങ്ങിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഘാനയുടെ ഭരണാധികാരിയെ മുറുക്കെ കെട്ടിപ്പിടിക്കുന്ന ഒരു ദൃശ്യം കാണാനിടയായി. മുറുക്കെ കെട്ടിപ്പിടിക്കുന്ന അദ്ദേഹം പല ചടങ്ങുകളിൽ പോയിട്ട് അവിടുത്തെ നേതാക്കന്മാരെയും ഭരണാധികാരികളെയും ഒക്കെ ആലിംഗനം ചെയ്യാറുണ്ട്. പക്ഷേ ഈ ആലിംഗനം ഇത്തിരി കടുത്ത ആലിംഗനമായി പോയി എന്ന് പറയാതെ പോയി. അത്രയും സ്നേഹനിർഭരതയോടെ അമർത്തിയുള്ള ആലിംഗനം. നമ്മളതിനെ ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നില്ല, കാരണം ധൃതരാഷ്ട്രാലിംഗനം ഒരു നെഗറ്റീവ് സെറ്റപ്പാണ്. പക്ഷെ അമർത്തി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. ഇത് സ്വാഭാവികമായുള്ള ഒരു കെട്ടിപ്പിടുത്തമായിട്ട് കണക്കാക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് വേറൊരു കാര്യമാണ്. ഘാനയിലും അതുപോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും വേണ്ടപ്പെട്ടവരും ഒക്കെ വരാറുണ്ടായിരിക്കും. അവരാരും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ഭരണാധികാരികളെ ഇത്തരത്തിൽ കെട്ടിപ്പിടിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ ഒന്ന് അറിയിക്കണം. അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കോ ഇതുപോലെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അവികസിത രാജ്യങ്ങളിലേക്കോ ഒക്കെ പോയി യൂറോപ്യൻ രാജ്യങ്ങളിലെയോ അമേരിക്കയിലെയോ ഒക്കെ തന്നെ ഭരണാധികാരികൾ, ഏഷ്യയിലെയായാലും ഭരണാധികാരികൾ ഇങ്ങനെ ഇറുക്കി ഇവരെയൊന്നും ആലിംഗനം ചെയ്യുന്ന ആ ഒരു സ്നേഹപ്രകടനം നമുക്ക് ഇതിനു മുൻപ് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് സമൂഹ മാധ്യമത്തിലൂടെ ഒരു സുഹൃത്ത് പറയുന്നു. ശരിയായിരിക്കാം. പക്ഷേ ഘാനയായാലും ശരി, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ആയാലും ശരി, ഫ്രാൻസ് ആയാലും ശരി, ജർമ്മനി ആയാലും ശരി, എല്ലാവരെയും ഒരുപോലെ കാണണം. താൻ അവിടെ ചെല്ലുമ്പോൾ അവർ തങ്ങളുടെ ആതിഥേയനാണ്, തങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി നിന്നവരാണ്. തങ്ങളെപ്പോലെ തന്നെ അവരും മനുഷ്യരാണ്. അവർ ദരിദ്രരായിരിക്കാം, ദരിദ്ര രാജ്യമായിരിക്കാം, വലിയ വികസന പദ്ധതികൾ അവർക്കില്ലായിരിക്കാം, അവിടെ ജനങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടായിരിക്കാം, അവിടെ വലിയ വലിയ കോട്ടകൊത്തളങ്ങളില്ലായിരിക്കാം, അവിടെ വലിയ വലിയ കെട്ടിടങ്ങളില്ലായിരിക്കാം. പക്ഷേ ഘാനയായാലും ശരി, ഏത് രാജ്യമായാലും ശരി, അവിടുത്തെ ജനങ്ങൾ മനുഷ്യരാണ്. സ്നേഹനിർഭരതയോടെ തങ്ങളെ സ്വീകരിക്കാനെത്തിയ അല്ലെങ്കിൽ തന്നെ സ്വീകരിക്കാനെത്തിയ ആ മനുഷ്യരെ, ആ ഭരണാധികാരികളെ, ആ ഉത്തരവാദിത്തപ്പെട്ടവരെ അത്തരം ഇറുക്കി ആലിംഗനം ചെയ്യുന്നതിലൂടെ ലോകം മുഴുവൻ ഒന്നാണ് എന്ന സന്ദേശം കൂടി പ്രധാനമന്ത്രി നൽകുകയല്ലേ. സായിപ്പ് ചെയ്യില്ല. സായിപ്പിനെ മുറുക്ക നമ്മളെപ്പോഴും പറയും, സായിപ്പിൽ തന്നെ വേർതിരിവുണ്ട്. നീ ഇറ്റാലിയൻ സായിപ്പ്, ഞാൻ അമേരിക്കൻ സായിപ്പ്, ഞാൻ ജർമ്മനി സായിപ്പ്, ഞാൻ യൂറോപ്യൻ സായിപ്പ്, ഞാൻ റഷ്യൻ സായിപ്പ്. ഇവർക്കൊക്കെ തന്നെ ചെറിയ നിറവ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സായിപ്പിന് ഇപ്പോഴും സന്തോഷ് ജോർജ് കുളങ്ങര സന്തോഷത്തിന് ഒരിക്കൽ പറയുന്നത് കേട്ടു, സായിപ്പിലുമുണ്ട് ഇത്തരത്തിലുള്ള ചില ഉച്ചനീചത്വങ്ങൾ എന്നുള്ളതാണ്. ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അതായത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട സായിപ്പ്, പാവപ്പെട്ട ബ്രസീൽ ആ വിഭാഗത്തിൽപ്പെട്ട സായിപ്പ്, പാവപ്പെട്ട രാജ്യത്തെ സായിപ്പ്, അതുപോലെ അമേരിക്കയിലെ സായിപ്പ്, ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട് സായിപ്പിലും, ഈ വെളുത്ത വർഗ്ഗക്കാരിലും. അപ്പം അത്തരത്തിൽ ഉച്ചനീചത്വങ്ങൾ സ്വന്തം നാട്ടിൽ പോലും അല്ലെങ്കിൽ സ്വന്തം ആ ഒരു സമുദായത്തിൽ പോലും അല്ലെങ്കിൽ വെള്ളക്കാരിൽ പോലും കാണുന്ന സായിപ്പ് ഒരിക്കലും ഒരു ആഫ്രിക്കൻ വംശജനായ ഭരണാധികാരിയെ കെട്ടിപ്പിടിക്കില്ല എന്നുള്ള ചിന്തയിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ ചിന്തകളൊക്കെ മാറ്റിവെച്ച് സ്വന്തം സഹോദരനെ പോലെ, സ്നേഹിതനെ പോലെ ഘാനയുടെ പ്രസിഡന്റിനെ ഇറുക്കി ആലിംഗനം ചെയ്യുന്ന നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ ഭരണാധികാരിയുടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും ദൃശ്യങ്ങളും ഒക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളുടെ പരിപാടിയിൽ മോദി പങ്കെടുക്കുന്നുണ്ട്. എല്ലാ രാജ്യത്തും അദ്ദേഹത്തിന് വൻപിച്ച സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ലോകം മുഴുവൻ ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന, വസുധൈവ കുടുംബകം എന്ന ആശയം മുമ്പോട്ട് വെക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും എല്ലാവരെയും ആലിംഗനം ചെയ്യും, എല്ലാവരോടും സ്നേഹോഷ്മളമായ രീതിയിൽ പെരുമാറും. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയവും അദ്ദേഹത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളും ഒക്കെ തന്നെ. ഇന്ത്യ എല്ലാവരുടെയും സുഹൃത്ത് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ലോകം മുഴുവൻ ഇന്ത്യയുടെ സുഹൃത്ത് തന്റെയും സുഹൃത്തുക്കളാണ് എന്ന ചിന്ത മുമ്പോട്ട് വച്ചുകൊണ്ടാണ് അദ്ദേഹം നീങ്ങുന്നത്. എല്ലാവരെയും ഹൃദ്യമായി സ്നേഹിച്ചുകൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ട്, കുശലം പറഞ്ഞുകൊണ്ട്, ലോകം മുഴുവൻ തന്റെ സ്വന്തമാണ് എന്ന ഒരു ധാരണയിൽ ലോകത്തെ എല്ലാ ജനങ്ങളും തങ്ങളെപ്പോലെ തന്നെയാണ്, ഭാരതീയരെ പോലെ തന്നെയാണ് എന്ന ആ ഒരു ഓർമ്മയിൽ സ്നേഹത്തോടെ, സ്നേഹനിർഭരമായ പെരുമാറ്റത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന മനുഷ്യന്റെ യാത്ര തുടരുകയാണ്. തീർച്ചയായിട്ടും അതൊരു ജൈത്ര യാത്ര തന്നെയാണ്. അത് വിദേശത്തായാലും സ്വദേശത്തായാലും അദ്ദേഹം പങ്കെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിനുവേണ്ടി ആണ് അദ്ദേഹം പ്രയത്നിക്കുന്നത്. അത് സ്വന്തം രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടി കൂടിയാണ്, ഒപ്പം ലോക സമൂഹത്തിനു വേണ്ടി കൂടി. ഇനിയും ആലിംഗനങ്ങളും സ്നേഹനിർഭരമായ പെരുമാറ്റങ്ങളും നമുക്ക് ധാരാളം കാണേണ്ടി വരും. രാവുമായണം രാമനെ അറിയണം.
സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി. ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.